ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരുപാട് മൾബറീസ് പറിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മൾബറി വെച്ചിട്ട് എന്താ ചെയ്യാമെന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ജാം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ജാം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലീസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മൾബറി ഉണ്ടാകുന്ന സമയത്ത് ഡെയിലി ഓരോന്നോരോന്നായിട്ട് പഴുത്തിട്ടാണ് കിട്ടാറ്. അപ്പോൾ അങ്ങനെ പഴുക്കുന്നതൊക്കെ ദിവസവും പോയിട്ട് നമ്മൾ പറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അത് വീണ് പോയിട്ട് ചീത്തയാകാണ് ചെയ്യുക. ഇത്തവണ മഴ കുറവായത് കൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് പറിച്ച് വെക്കാനും സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മഴയത്തൊക്കെ വീണ് പോകാറാണ് പതിവ്. അങ്ങനെ ഒരു 3-4 ദിവസം ഇതുപോലെ പറിച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള മൾബറിയാണിത്. അപ്പോൾ ഇതൊക്കെ ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ പച്ച നിറത്തിലുള്ള തണ്ട് കളയലാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ച് ടൈം ആവും, എന്നാലും കുഴപ്പമില്ല. മൊത്തത്തിൽ ഞാനിത് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകുമ്പോൾ അധികം ശക്തി കൊടുക്കാതെ വേണം കഴുകാൻ, അല്ലെങ്കിൽ അതിൻ്റെ കളറും നല്ല പഴുത്ത മൾബറിയൊക്കെ ആണെങ്കിൽ ഇത് പോയി പോകും. ഇനി നന്നായിട്ട് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇതിൻ്റെ പകുതിയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് അരക്കുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാം ആകുമ്പോൾ മധുരം വേണമല്ലോ, അപ്പോൾ അതിനോണ്ട് 1/2 കപ്പ് പഞ്ചസാരയെ ഇവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ജാം ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മൊത്തം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൾബറിയും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ചും കൂടി വലിയ കുഴിയുള്ള പാത്രമാണെങ്കിൽ എളുപ്പമായിരിക്കും, കാരണം ഇത് തിളക്കുന്ന സമയത്ത് പുറത്തോട്ടൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. അതുപോലെ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാനേ പാടില്ല. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വലിയ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ നല്ല ഫ്ലെയിമിൽ നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി പുളി അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ ഒരു മുറിയുടെയും പകുതി ചെറുനാരങ്ങ യൂസ് ചെയ്താൽ മതിയാവും. അപ്പോൾ കുറച്ച് മൾബറിക്കൊക്കെ ആക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1/4 കഷ്ണം ചെറുനാരങ്ങയൊക്കെ എടുത്താൽ മതി. അതുപോലെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം നമ്മൾ മൾബറി അരച്ചതൊക്കെ നന്നായി വറ്റി പാനൊന്ന് വിട്ട് കിട്ടുന്ന പരുവായിക്കുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് വരക്കുമ്പം തന്നെ നമുക്ക് പാൻ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം നമ്മളിതിൽ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള മൾബറീസ് അതേപോലെ തന്നെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാഷർ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പം നിങ്ങൾ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രൂട്ട് ഇടണമെന്നൊന്നുമില്ല. നമ്മൾ മൊത്തത്തിൽ അരച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അത് തന്നെയായിരിക്കും നല്ലത്. വെറും 3 ചേരുവകൾ കൊണ്ട് കിട്ടില്ലാൻ ഒരു ഹെൽത്തി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ജാം നന്നായി ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളമയമില്ലാത്ത നല്ല വൃത്തിയുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. നല്ല ചൂടുള്ള ചപ്പാത്തിയുടെ കൂടെയും ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ പുരട്ടിയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മൾബറി കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.